لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. ലഹുവുൽ ഹദീസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഉമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, ആളുകളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് വിനോദവർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ എന്നാണ് വാക്കിൻ്റെ പദാനുപദ അർത്ഥം. ഇഷ്തറ എന്ന് പറഞ്ഞാൽ ഷിറ എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങിയെന്ന്, വില കൊടുത്തു വാങ്ങിയത്. ലഹുവ് എന്ന് പറഞ്ഞാൽ ഇത്തഖദഹ ലഹുവം ലഹുവ, ഹദീസ് വർത്തമാനം. ലഹുവുൽ ഹദീസ് വിനോദ വർത്തമാനങ്ങൾ. സഹാബത്തിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തുടങ്ങിയിട്ടുള്ള മുഫസ്സിറുകൾ മുതൽ താബിഉകളായിട്ടുള്ള മുഫസ്സിറുകൾ വരെ വ്യാഖ്യാനിച്ചത് ലഹുവുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും പടച്ചവനെ പറ്റിയുള്ള സ്മരണയിൽ നിന്നും തെറ്റിക്കുന്ന വർത്തമാനങ്ങൾ എന്നാണ്. അത് കഥകളാവാം, തമാശകളാവാം, മ്യൂസിക്കുകളടക്കമുള്ള പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അതുപോലെ തന്നെ മനുഷ്യനെ തെറ്റിക്കുന്ന മറ്റു സിനിമകൾ എന്ന് തുടങ്ങി ഇന്ന് നമുക്ക് അസംഖ്യം ലഹുവുൽ ഹദീസുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേനൽക്കാലമായാൽ ഇതുപോലെയുള്ള കോമഡികളും മിമിക്രികളും അതുപോലെ തന്നെ സർക്കസുകളും എന്ന് തുടങ്ങിയിട്ടുള്ള അനാവശ്യമായി മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ലഹുവുൽ ഹദീസ്. അത് വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ സിനിമക്കും അതുപോലെ അനാവശ്യമായ പൈങ്കിളിക്കഥകളും മറ്റു കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിലക്ക് വാങ്ങിയെടുക്കാനൊക്കെ ഒരുപാട് ചിലവുണ്ട്. ആ നിലയ്ക്ക് തന്നെ അതിനെ വിലക്ക് വാങ്ങുകയാണ്. അതുപോലെ തന്നെ തെറ്റായ വർത്തമാനങ്ങൾ, നമ്മൾ തെറ്റായ കാര്യങ്ങളൊക്കെ അതിനൊക്കെ സാമ്പത്തിക ചിലവുണ്ട് എന്നുള്ള അർത്ഥത്തിലും നമ്മളുടെ സമയം വിലപ്പെട്ടതാണ്,
ആ വിലപ്പെട്ട സമയം കൊടുത്തിട്ടാണ് പരലോകത്തിലും ഇഹലോകത്തിലും ഉപകാരമില്ലാത്ത ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൻ്റെ തുലാസ് കൂടുതൽ തൂങ്ങുകയും അവൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യുന്നത്. ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്യാനുള്ള ആ ഒരു നിമിഷ നേരം പോലും ഒരു വിശ്വാസിക്ക് വിലപ്പെട്ടതാണ്. സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. ആ സമയം അനാവശ്യമായ കാര്യങ്ങളിൽ കളയാൻ പാടില്ല. എന്നാലോ ചിരിക്കാനും അതുപോലെ തന്നെ വിനോദങ്ങളും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാത്ത കാലത്തോളം. പെരുന്നാളിന് പാട്ടുകാരായ ആളുകൾ, അബിസീനിയക്കാരായ പാട്ടുകാർ വന്ന് പാട്ടുപാടുന്നതും നബി അത് കേട്ടതും നബിയുടെ ഭാര്യമാരെ കൊണ്ടുവന്ന് കേൾപ്പിച്ചതൊക്കെ ഹദീസുകളിൽ കാണാം. നബിയും നബിയുടെ കുടുംബാംഗങ്ങളും ഇരിക്കുമ്പോൾ തമാശ പറഞ്ഞതും ഒന്നാകെ ചിരിച്ചതും ഹദീസുകളിൽ കാണാം. നബിയും ആയിഷ റളിയല്ലാഹു അൻഹയും മത്സരിച്ച് ഓടി മുന്നിലെത്തിയതൊക്കെ ഹദീസുകളിലുണ്ട്. അതൊക്കെ തമാശകളും വിനോദങ്ങളും തന്നെയാണ്. ആ വിനോദങ്ങളൊക്കെ തന്നെ ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണ്. അതൊക്കെ നമുക്കും കുട്ടികളെയും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും കൂടെ ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ആവാം. പക്ഷേ നമ്മളെ ജോലി സമയം, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കുടുംബത്തിനോടുള്ള ബാധ്യത, പഠിച്ചവനോട് ചെയ്തു തീർക്കേണ്ട ബാധ്യത, സമയത്തിനോടുള്ള നമ്മളുടെ ആ ഒരു കടപ്പാട്, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നതിനോടുള്ള കടപ്പാട്, ഇതൊന്നും തടസ്സം വരാത്ത, ദീനിന് വിരുദ്ധമല്ലാത്തതൊക്കെ ആവാം. എന്നാൽ ഇന്ന് അങ്ങനെ അല്ലല്ലോ. നമ്മളുടെ എല്ലാ സമയവും കവർന്നെടുക്കുന്നത് ലഹുവുൽ ഹദീസുകളിലാണ്. അപ്പോൾ അതെന്താണ്? നല്ലത് കൊടുത്തിട്ട് ചീത്ത വാങ്ങുകയാണ്. അതുകൊണ്ടാണ് യസ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാ. അതിൻ്റെ ഫലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കലായിരിക്കും. അങ്ങനെ തെറ്റിക്കാൻ വേണ്ടി ബിഗൈരി ഇൽമിൻ, അറിയാതെ, പലപ്പോഴും ബോധമില്ലാതെയും അശ്രദ്ധമായിട്ടും ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് വലിയ നാശമുണ്ട് എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥ വരെ നമുക്കുണ്ടാകും. പിന്നെ വയത്തഹിദഹ ഹുസുവ, അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹാസ്യമാക്കുകയും ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാടകപ്പോഴൊക്കെ ഈ സർക്കസിൻ്റെയും നാടകങ്ങളുടെയൊക്കെ കാലമാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയ എല്ലാ ഒഴിഞ്ഞെടുക്കുന്ന പാടത്തും ഒരു 4 എണ്ണം കൊണ്ടുവന്ന് 4 ശീലും ഷാമിയാന കെട്ടി നാടകത്തിൻ്റെ ഒക്കെ കാലമാണ്. അതായത് സർക്കസ് കൂടാരങ്ങളുടെയൊക്കെ. ഇതിലൊക്കെ നമുക്കൊരു പക്ഷേ ഒരു ഭാഗത്തുകൂടി നോക്കുമ്പോൾ കുട്ടികളല്ലേ കണ്ടൂടെ, ഒന്ന് പോയിക്കൂടെ, നമ്മൾ ഈ ടൈറ്റായിട്ട് നിൽക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിലും അതിലേറെ അതുകൊണ്ടുള്ള നാശങ്ങളാണ്. ലാനല്ലാഹുൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ എന്ന് നബി പറഞ്ഞു. അതായത് ആണുങ്ങൾ പെണ്ണുങ്ങളോട് സാദൃശ്യമായിക്കൊണ്ട് കളിക്കുന്ന ആണുങ്ങളും അതുപോലെ പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന പെണ്ണുങ്ങളെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ടെന്നും, അതുപോലെ തന്നെ സ്ത്രീകളുടെ വേഷം കെട്ടിയ പുരുഷന്മാരും പുരുഷന്മാരുടെ വേഷം കെട്ടിയ സ്ത്രീകളും എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരുപാട് നമ്മൾക്ക് ഒക്കെ ഉണ്ട്. കാരണം പുരുഷൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു താടി വെച്ച് ഒരു പൗരുഷം കാണിക്കേണ്ടതാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളടക്കം വേഷത്തിൽ വരെ ആ തരത്തിലുള്ള സ്ത്രൈണ സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളുകൾ. സ്ത്രീകളാണെങ്കിൽ അവർ പുരുഷനാവാൻ വേണ്ടിയുള്ള ഒരു വെമ്പൽ അവൻ്റെ വസ്ത്രത്തിലും, ഞാൻ വേറൊരു അബലയല്ല, ദുർബലയല്ല, എനിക്കും പൗരുഷമുണ്ട് എന്ന് തോന്നിക്കുന്ന വേഷവിധാനങ്ങളും അതുപോലെ സമീപനങ്ങളും സ്ത്രീകൾക്കൊക്കെ ഏത് കാലഘട്ടത്തിലും ഏത് മതത്തിലും എല്ലാ കാലഘട്ടത്തിലും സ്ത്രൈണതയുടെ ഒരു പ്രത്യേകതയും ഒരു ഒളിയും മറയും ലോകത്ത് എല്ലാ മതങ്ങളും കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. ഹൈന്ദവ മതമാവട്ടെ, ക്രൈസ്തവ മതമാവട്ടെ, ജൂതമതമാവട്ടെ, ഇസ്ലാം ഏതായിരുന്നാലും സ്ത്രീക്ക് പുരുഷത്വത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ചില അച്ചടക്കങ്ങളും മര്യാദകളും ഒക്കെ പാലിച്ചു പോന്നിട്ടുണ്ട്. അതൊക്കെ തട്ടിത്തകർത്ത് ഇന്നൊരു പുതിയ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നബി പഠിപ്പിച്ചത് തന്നെയാണ്.
ഞാൻ സിൻഫാനി മിൻ ഉമ്മത്തിയിലെ മറഹുമ, ഞാൻ കാണാത്ത രണ്ട് വിഭാഗം വരാൻ പോകുന്നുണ്ട്. അവർ ഒന്ന് ഖൗമുൻ മഅഹും സിയാത്തുൻ യദ്രിബൂന ബി അദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, പശുവിൻ്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൾ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ജനവിഭാഗം എന്ന് പറയുന്നത്, പശുവിൻ്റെ വാല് പോലുള്ള ചാട്ടവാറ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ചാട്ടക്ക് പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഒരു കൊടിപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ചാട്ടവാറ്, അതായത് അടിച്ചൊതുക്കുന്ന, ജനങ്ങളെ ഭരണം കൊണ്ട് അധികാരം കൊണ്ട് അടിച്ചൊതുക്കുന്ന ഭരണാധികാരികളെ പറ്റിയാണ് ഈ പറയുന്നതെന്നും, അങ്ങനെയുള്ളൊരു സമൂഹം ഭരണാധികാരികളുടെ കീഴിൽ മനുഷ്യൻ ജീവിക്കേണ്ടി വരും. അതാണ് ഞാൻ കാണാത്ത ഇനി വരാനിരിക്കുന്ന അപകടം പിടിച്ച കാലഘട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ. പിന്നെ വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തി, ഒരു തരം സ്ത്രീകൾ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, എന്നാൽ അവർ നഗ്നകൾക്ക് തുല്യമാകും, ധരിക്കാത്തതിന് തുല്യമായ വസ്ത്രം ധരിച്ചു കാണുന്ന സ്ത്രീകൾ. അതായത് വസ്ത്രം ധരിച്ചാലും നഗ്നത വെളിപ്പെടുത്തുന്ന സ്ത്രീകൾ. മായിലാത്തുൻ, ജനങ്ങളെ ആകർഷിക്കുന്ന സ്ത്രീകൾ. മുമീലാത്തുൻ, ജനങ്ങളിലേക്ക് മായിലാത്തുൻ, ജനങ്ങളിലേക്ക് ആകർഷിച്ചു പോകുന്ന സ്ത്രീകൾ, പുരുഷന്മാരിലേക്ക് ആകർഷിച്ചു പോകുന്നവർ. അതുപോലെ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവർ, ഇങ്ങോട്ട് പുരുഷന്മാരെ പിടിച്ച് വലിക്കുന്ന സ്ത്രീകൾ. റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തി, അവറ്റകളുടെ തലകൾ തടിച്ച ഒട്ടകങ്ങളുടെ പൂഞ്ഞ പോലെയായിരിക്കും. അതായത് തലയാട്ടിക്കൊണ്ട് സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ആളുകളെ ആകർഷിച്ചുകൊണ്ടും ആകർഷിപ്പിച്ചുകൊണ്ടും നടക്കുന്ന, വസ്ത്രം ധരിച്ചാലും നഗ്നകൾക്ക് തുല്യമായ സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങാടിയിൽ നടക്കുന്ന, ഫുട്പാത്തിൽ കൂടി നടക്കുന്ന പെണ്ണുങ്ങളെയല്ല, നമ്മളെ മക്കളും പെൺകുട്ടികളും നമ്മളെ ഭാര്യമാരും പെങ്ങന്മാരെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. എന്നിട്ട് മതിയല്ലോ അങ്ങാടിക്കാർ. എന്നിട്ട് അള്ളാഹു നബി പറയുന്നത് ലാ യദ്ഖുൽനൽ ജന്ന, അവരൊന്നും സ്വർഗത്ത് കടക്കൂല എന്ന്. വലാ യജിദന റീഹഹ, ആ സ്വർഗത്തിൻ്റെ വാസന പോലും അവർക്ക് അള്ളാഹു തആല കൊടുക്കൂല. വൈന റീഹഹ ലതജിദു മിൻ മസീറത്തി ഷഹർ, ഒരു മാസത്തെ വഴിദൂരം അപ്പുറത്തായിരിക്കും അതിൻ്റെ വാസന പോലും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനോട് അടുത്ത് പോലും അവർക്ക് എത്താൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നുള്ളത്. കളികളും തമാശകളും ഒക്കെ. അങ്ങനെയുള്ള ചില സമൂഹങ്ങളുണ്ട്. ഉലായിക ലഹും അദാബും മുഹീൻ, അവർക്ക് ഹീനമായ, അവർ വളരെ നിസ്സാരമാക്കുന്നു. അവരെന്താ കാട്ടിയത്? അവർ കാട്ടുന്നത് എന്താ? വയത്തഹിദഹാ ഹുസുവ, ദീനിനെ പരിഹാസ്യമാക്കുകയാണ്, ദീനിനെ ഹീനമാക്കുകയാണ്, നിസ്സാരമാക്കുകയാണ്. അവരെ നിസ്സാരമാക്കുന്ന ശിക്ഷ അവർക്ക് വരാനിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഇദാ തുത്ല, അവരെ പറ്റി തന്നെയാണ് ഈ ആയത്തും. ഇദാ തുത്ല അലൈഹി, അത്തരം ഒരാളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഇത് പറഞ്ഞാൽ നമ്മൾ അത് തെറ്റാണ്, അള്ളാഹ് വിരോധിച്ചതാണ്, റസൂല് വിരോധിച്ചതാണ്, ദീനിന് വിരുദ്ധമാണ് എന്നിങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളാകുന്ന ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കപ്പെട്ടാൽ, വല്ല മുസ്തകിബിറ, അവൻ അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിയും. അപ്പം അതൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ളതാണ്. അങ്ങനെ കളിയും തമാശയും നാടകവും തോന്നിവാസങ്ങളുമായി നടക്കുന്ന ഒരാളോട് ഇടവൊന്നും ശരിയല്ല, നല്ല കാര്യത്തിൽ ചെയ്ത് ജീവിക്കണം, ഇതിനൊന്നും ആവശ്യമില്ല, നമുക്ക് കളിക്കാനും ചിരിക്കാനും വേറെയും അവസരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു തരം അഹങ്കാരമായിട്ടും അവന് പിന്തിരിഞ്ഞ് നമ്മളെ നിസ്സാരമാക്കും. കഅല്ലം യസ്മഉഹ, അത് കേൾക്കാത്ത പോലെ, അതായത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാത്ത പോലെ അവൻ അഹങ്കരിച്ചുകൊണ്ട് വല്ല പിന്തിരിഞ്ഞു പോകും. കഅന്ന ഫീ ഉദുനൈഹി, അവൻ്റെ രണ്ട് കാതിലും വഖർ പോലെ, വഖറുള്ള പോലെയെന്ന്. കഅന്ന എന്ന് പറഞ്ഞാൽ പോലെയെന്ന്. കഅന്ന ഫീ ഉദുനൈഹി, അവൻ്റെ രണ്ട് ഉദുനുകളിലും, രണ്ട് ചെവികൾക്കുള്ളിലും, വഖറൻ, ഒരു കട്ടിയുള്ള പോലെ. ചെവിൻ്റെ ഉള്ളിൽ കട്ടിയുള്ള സാധനം തിരികെ വെച്ചാൽ അതിലേക്കൊന്നും കേൾക്കാത്ത പോലെ അവൻ കേൾക്കാത്ത പോലെ നടക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ, അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
സന്തോഷത്തിന് വേണ്ടിയാണ്, ആഹ്ലാദവും സന്തോഷവും ജീവിതം ആർമദിക്കാനാണല്ലോ. അപ്പോൾ അവർക്ക് പരലോകത്തുള്ള ആർമാദവും ആഹ്ലാദവും അല്ല പറയാണ് ഫബശ്ശിറുഹു, അങ്ങനെയുള്ള ആളുകൾക്ക് നബിയെ ആഹ്ലാദ വാർത്ത അറിയിച്ചു കൊടുക്കുക, സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. എന്താണ് അവർക്കുള്ള ആഹ്ലാദം? ബി അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്ക് പരലോകത്ത് ആഹ്ലാദിക്കാനുണ്ടാകുക. അപ്പോൾ ആഹ്ലാദം അനുവദനീയമാണെങ്കിലും പടച്ചവനെയും ദീനിനെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആഹ്ലാദത്തിൻ്റെ ആളുകൾക്ക് പരലോകത്ത് ആഹ്ലാദിക്കാനുള്ളത് ബി അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു നോക്കണം, നമ്മൾ ഉപദേശിക്കണം, നമ്മളെ ബാധ്യത. അതുപോലെ നമ്മളിൽ നിന്ന് ഈ തെറ്റുകൾ നമ്മൾ ഒഴിവാക്കണം എന്നർത്ഥം. നളർ ബിൻ ഹാരിസിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇപ്പം നളർ ബിൻ ഹാരിസ് എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു മക്കക്കാരനാണ് അദ്ദേഹം. ഖുറൈശി ആണെങ്കിൽ പോലും മക്കക്കാരുടെ കൂട്ടത്തിൽ, മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ വേദം പഠിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കച്ചവടാവശ്യാർത്ഥവും അല്ലാതെയും എപ്പോഴും നാട് ചുറ്റിക്കറങ്ങുകയും പേർഷ്യക്കാരെയും റോമക്കാരെയും ഒക്കെ കണ്ട് അവരോടുള്ള അറിവുകളൊക്കെ യഹൂദി നസറാക്കളിൽ നിന്നൊക്കെയുള്ള അറിവുകൾ വാങ്ങി അവരുടെ പഴയ കഥകളൊക്കെ പഠിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. അതുകൊണ്ട് മറ്റേ തനി ഖുറൈശികളെപ്പോലെ മക്കയുടെ ആ നാലുകെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങിയ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന് വിശാലമായ അറിവുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത് ഈ പേർഷ്യയിലും അതുപോലെ തന്നെ റോമയിലൊക്കെ പോയിട്ട് റോമാ ചക്രവർത്തിമാരുടെ, കൈസറുമാരുടെയും അതുപോലെ പേർഷ്യൻ രാജാക്കന്മാരുടെയൊക്കെ കഥകൾ വാങ്ങിക്കൊണ്ടുവരും, എഴുതിയ കോപ്പികളും അതുപോലെ അത് പഠിച്ചു കൊണ്ടുവരും കഥകളൊക്കെ. എന്നിട്ട് മക്കയിൽ മുശ്രിക്കീങ്ങൾ കൂടിയിരിക്കുമ്പോൾ കഅബത്തിൻ്റെ അടുത്തും പരിസരത്തൊക്കെ പോയിട്ട് അയാൾ പറയും, ഈ മുഹമ്മദ് പറയേണ്ട ആദ് സമൂദിൻ്റെ കഥകളെക്കാളൊക്കെ നല്ല കഥ ഞാൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും ഇദ്ദേഹം. അപ്പോൾ അവർക്ക് ഭയങ്കര കേൾക്കാൻ ഇഷ്ടമായിരുന്നു മക്കക്കാർക്ക്. കാരണം മുഹമ്മദ് നബീൻ്റെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വാപ്പൊളിച്ചിരിക്കുകയാണ്. ആദ് സമൂദ് ലൂത്തിൻ്റെ ഫിറോവിൻ്റെ ഒക്കെ കഥ കേൾക്കുമ്പോൾ അത് അവർ എങ്ങനെയൊക്കെയോ പലപ്പോഴും ജൂതരിൽ നിന്നൊക്കെ കേട്ട ചില ഓർമ്മകളനുസരിച്ച് അവർക്കിത് കൗതുകമായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾ കേൾക്കണ്ട, പിന്നെ നമ്മൾ പറയേണ്ടത് കേട്ടോളി എന്ന് പറഞ്ഞാൽ അതിന് പകരം കഥകൾ കൊണ്ടുപോയി വെച്ചിരുന്നു എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സബബുൻ നുസൂൽ എന്നാ പറയാം. സബബുൻ നുസൂൽ അതാണ്. അതായത് ആയത്ത് അവതരിക്കാനുള്ള കാരണം ഇതാണെങ്കിലും ഒരു പ്രത്യേക കാരണത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിലും ആ ആയത്തിൻ്റെ പൊതു നിയമമാണ് ഖുർആൻ അംഗീകരിച്ചത്. അതായത് എന്താണെങ്കിലും ഇനി പേർഷ്യക്കാരുടെ കൈസറുമാരുടെയും ഇസ്ഫന്ദിയാറിൻ്റെയും റുസ്തുമിൻ്റെയും ഒക്കെ പഴയ ധീര വീര കഥകൾ കേട്ട് ഖുറൈശികൾ ആസ്വദിച്ച പോലെ നമ്മൾ ഓരോരോ കഥകളും ഫിക്ഷൻസുകളൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മൾ അതുപോലെ ലുട്ടാപ്പി കഥകളും അതുപോലെ മറ്റു കഥകളൊക്കെ കേട്ടിട്ട് നമ്മൾ പഠിച്ച് വായിച്ച് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അതാണ് ഒരുപാട് നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷേ ഖുർആൻ വായിച്ച് പഠിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് എല്ലാം ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, മലയാളം അറിയാം, ഫ്രഞ്ച് പഠിക്കുന്നവരുണ്ട്, എല്ലാം ഒരു അറബി പഠിക്കുന്നവരുണ്ട്, ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചിട്ടുമില്ല, അവർക്ക് പഠിക്കാനുള്ള താല്പര്യമില്ല. നമ്മളാളുകളും അങ്ങനെ തന്നെ ഒക്കെ നമ്മൾ വായിക്കും. നേരെ മറിച്ച് നമ്മൾ വായിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ കുറച്ചെങ്കിലും മൻ ഖറ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, ഒരു രാത്രിയിൽ 10 ആയത്തെങ്കിലും ഒരാൾ ഓതിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവൻ ഒരുപാട് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഖുർആനുമായിട്ടുള്ള ബന്ധമില്ല. നമ്മളെപ്പോഴും ലഹ്വുൽ ഹദീസാണ് പലപ്പോഴും ഉള്ളത്. അതിനെപ്പറ്റി അപ്പോൾ ആ നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചരിത്രം ഈ ഖുർആൻ്റെ സബബുൻ നുസൂലായിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിലരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം. അതിലുള്ള ഒറ്റ വാക്കും നമുക്കറിയാത്ത വാക്കില്ല. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസികൾ, വഅമിലുസ് സ്വാലിഹാത്തി,
സാലിഹായ കാര്യങ്ങൾ അമലായി ചെയ്തിട്ടുള്ള ആളുകൾ, അമലു സലിഹത്ത് പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ലഹും അവർക്കുള്ളതാണ്, അവർക്കുണ്ട് ജന്നാത്തുൻ നഈം നിഅമത്തുകൾ നിറഞ്ഞ സ്വർഗം, അനുഗ്രഹങ്ങളുടെ സ്വർഗം. സ്വർഗത്തിൽ നിഅമത്തുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുഗ്രഹങ്ങളുടെ സ്വർഗം അവർക്കുള്ളതാണ്. അപ്പം വിശ്വസിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യണം. നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, പടച്ചോനിൽ വിശ്വാസമില്ല എന്നതുകൊണ്ട് ഫലമില്ല. നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രതിഫലം ദുന്യാവിൽ നിന്ന് തന്നെ അള്ളാഹുവിന് കൊടുത്തേക്കും. അള്ളാഹുവിൽ വിശ്വാസവും വേണം. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പം രണ്ടും കൂടി കൂടിയതാണ് ഈമാൻ എന്ന്. അൽ ഈമാനു വൽ അമൽ എന്നാണ്. വിശ്വാസവും അമലും രണ്ടും കൂടി ഉണ്ടാവണം. അതാണ് ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി. പിന്നെ പലപ്പോഴും പറയാറുള്ള പോലെ ഒരു കർമ്മം സാലിഹാണ്, നല്ലതാണ് എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുന്നത്തിൽ ഇന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നല്ലതാവും. നബിയുടെ ചര്യയില്ലാത്ത ഒരു കാര്യം, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ, ദീനിൽ പുതിയതായി ഉണ്ടാക്കിയ കർമ്മങ്ങളാണ് ചീത്ത, ഷർറ്. അപ്പോൾ ദീനിൽ ഒരു കാര്യം, ഒരു സലാത്ത്, ദീനിലില്ലാത്ത ഒരു സലാത്ത്, ദീനിലില്ലാത്ത ഒരു ദിക്ർ, ദീനിലില്ലാത്ത ഒരു ഇബാദത്ത്, ദീനിലില്ലാത്ത ഒരു 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 ദിനം, ഒരു ദിനം. ദീനിൽ കുറേ ദിനങ്ങളുണ്ട്, നല്ല ദിനങ്ങൾ. അറഫാ ദിനമുണ്ട് ദീനിൽ. തിങ്കളാഴ്ച വ്യാഴാഴ്ച 2 പുണ്യ ദിവസങ്ങളാണ്. വെള്ളിയാഴ്ച അതിനേക്കാളും വലിയ പുണ്യ ദിവസമാണ്. അത് ഓരോ പുണ്യ ദിവസത്തെയും എങ്ങനെയൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറഫാ ദിനത്തെ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അന്ന് നോമ്പ് നോറ്റുകൊണ്ടാണ്. അറഫയിൽ നിൽക്കാത്തവരൊക്കെ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും നോമ്പ് നോറ്റുകൊണ്ടാണ്. എന്നാൽ വേറെ ചില വെള്ളിയാഴ്ച ദിവസം നോമ്പ് നോറ്റുകൊണ്ടല്ല, അന്ന് നോമ്പ് നോൽക്കാൻ നന്നായിട്ടൊരു വെള്ളിയാഴ്ച നോൽമ്പ് ഇല്ല. വെള്ളിയാഴ്ചയായിട്ട് മാത്രം നമ്മളൊരു നോമ്പ് നോൽക്കാൻ പാടില്ല. നേരെ മറിച്ച് വെള്ളിയാഴ്ച നമ്മൾ രാവിലെ കുളിക്കണം, അൽ കഹ്ഫ് ഓതണം, പള്ളിയിൽ ഹാജരാവണം, നേരത്തെ തന്നെ ചെല്ലണം, എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകണം. അന്ന് പ്രത്യേകമായ വേറൊരു പുണ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് റമദാൻ ഏറ്റവും നല്ല പുണ്യ ദിവസമാണ്. അതുകൊണ്ട് ആ പുണ്യനാളുകൾ ലൈലത്തുൽ ഖദറും നോമ്പ് നിർബന്ധമാണ്. എന്നാൽ പെരുന്നാൾ പുണ്യ ദിവസമാണ്, അന്ന് ഭക്ഷണം കഴിക്കണം, നോമ്പ് നോൽക്കൽ ഹറാമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നല്ലത് സാലിഹാവൽ എങ്ങനെ അല്ലേ എന്ന് റസൂലുള്ളയാണ് പഠിപ്പിച്ചത്. റസൂലുള്ള പഠിപ്പിക്കാത്തത് ഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ, ദീനിൽ പുതിയതായി ആരെന്ത് ഉണ്ടാക്കിയാലും അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ആചാരത്തിലില്ലാത്തത്. ഒക്കുല്ല ബിദ്അത്തിൻ ളലാല, ആചാരത്തിലില്ലാത്തത് എന്തൊക്കെയാണെങ്കിലും അത് വഴികേടാണ്. ഒക്കുല്ല ളലാലത്തിൻ പിന്നാർ, വഴികേടുകളൊക്കെ നരകത്തിലേക്കാണ്. അപ്പം ബിദ്അത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്നാൽ സമൂഹത്തിലോ ബിദ്അത്തേ ഉള്ളൂ, ദീനിലെ സുന്നത്ത് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അതിങ്ങനെ പറ്റ നഷ്ടപ്പെട്ടു പോയി. നേരെ മറിച്ച് അതിന് പകരം പുതിയ പുതിയ ബിദ്അത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യത്തിനും ഓരോരോ പ്രത്യേക ദിക്റുകളും ദുആകളും ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് നാട്ടിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ നബി പഠിപ്പിച്ച ആ കാര്യങ്ങൾ ഇല്ലാതെ പോകുന്നു. അപ്പോൾ അതാണ് വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം, അവർക്കുള്ളതാണ് ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതന്മാരായിരിക്കും. വഅദല്ലാഹി ഹഖ്ഖാ, ഇത് അള്ളാഹുവിൻ്റെ വഅദയാണ്. ഹഖ്ഖൻ, ഹഖായിട്ടുള്ള വഅദയാണ്, സത്യമായിട്ടുള്ള വഅദയാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ളതൊന്നും സത്യമല്ല. അപ്പോൾ ഈമാനും അമലു സാലിഹാത്തും ഉള്ളവർക്കേ സ്വർഗമുള്ളൂ എന്ന വഅദ സത്യമാണ്, അതിൽ തിരുത്തലില്ല. അള്ളാഹുവിൻ്റെ വഅദ ഹക്കായ നിലക്കുള്ള വഅദയാണ്. വഹുവൽ അസീസ്, അവൻ പ്രതാപിയാണ്. അൽ ഹക്കീം, ജ്ഞാനിയുമാണ്. എല്ലാ കാര്യങ്ങളും ഹിക്മത്തോടുകൂടി അഗാധ ജ്ഞാനത്തോടുകൂടി അറിയുന്ന, എല്ലാവരെക്കാളും ഉയർന്നു നിൽക്കുന്ന പ്രതാപിയുമാണ് അവൻ. ഖലഖസ്സമാവാത്തി, ഞാൻ അവൻ്റെ ആ പ്രതാപം നമ്മളൊന്ന് പഠിപ്പിച്ചു തരാണ്. അള്ളാഹുവിൻ്റെ അസീസാണെന്ന് പറഞ്ഞല്ലോ, അവൻ അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരെക്കാളും ഉയർന്നു നിൽക്കുന്നവൻ. എങ്ങനെ?
ഖലഖസ്സമാവാതി അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു, ബിഗൈരി അമദിൻ തറൗനഹ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ള തൂണുകൾ കൂടാതെ. അമദ് എന്ന് പറഞ്ഞാൽ തൂണ് എന്നാണ് അർത്ഥം. അമൂദ് എന്നും പറയും, അമദ് എന്ന് പറയും, തൂണുകൾ. അമൂദ്. അമീദ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട തൂണിനാണ് അമീദ് എന്ന് പറയാം. അതാണ് നമ്മൾ സാങ്കേതികമായി ഇന്നത്തെ ഭാഷയിൽ അമീദ് എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൻ്റെ ഒക്കെ പ്രിൻസിപ്പൽക്കാണ് അമീദ് എന്ന് പറയുന്നത്. അമീദ് ഒരു സ്ഥാപനത്തിൻ്റെ അമീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെടുന്തൂൺ എന്ന് അറിയാലോ, ആ നെടുന്തൂണാണ് അമദ്. അപ്പോൾ ബിഗൈരി അമരിൻ തറൗനഹ രണ്ട് തരത്തിൽ ഖുർആൻ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് കാണാം. ഒന്ന്, ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ ഒരു അമദും കൂടാതെ എന്ന് പറഞ്ഞാൽ ആകാശത്തിന് തൂണില്ല, തൂണില്ലാതെയാണ്. തറൗനഹ നിങ്ങളാ ആകാശത്തെ കാണുന്നുണ്ടല്ലോ, ഒരു തൂണില്ലാതെയാണ് സൃഷ്ടിച്ചത്. വേറൊരു വ്യാഖ്യാനം ബിഗൈരി അമദിൻ തറൗനഹ നിങ്ങൾക്ക് കാണാവുന്ന തൂണില്ലാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തൂണുണ്ട്, അത് കാണാത്തൊരു തൂണുണ്ട്. അതെന്തായിരിക്കും? അത് ഓരോരുത്തരും ഓരോരോ വ്യാഖ്യാനം നമുക്ക് അള്ളാഹു ആയാലും. നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയും. ചില ആളുകൾ ഒരു തൂണുണ്ട്, ആകാശവും ഇങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും വീഴാതെ നടുവിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ. ചിലയിടത്ത് പറയുന്നുണ്ട് ആകാശങ്ങളും ആകാശത്തെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ നീന്തിക്കളിക്കുകയാണ്. അങ്ങനെ നീന്തിക്കളിക്കുക. അപ്പോൾ നീന്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൂണ് തോന്നില്ലല്ലോ, അതിലിങ്ങനെ വെള്ളത്തിലിങ്ങനെ കിടക്കുകയാണല്ലോ. അതുപോലെ ആകാശത്തിൽ കൂടി ഇങ്ങനെ നീന്തി തുടിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട് എന്ന് ഖുർആനിൽ തന്നെ കാണാം. ഇവിടെ തൂണില്ലാതെ നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്നു. അതിന് ഫിസിക്സ് അതിനൊരു മറുപടി കണ്ടെത്തും. അതിൻ്റെ തൂണ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയുടെ തൂണാണ്, ഗുരുത്വാകർഷണമാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടും കൊണ്ടും ചാടാത്തത്. നമ്മളെങ്ങനെ പറഞ്ഞാലും അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാവുന്ന തൂണില്ല എന്ന് പറഞ്ഞാൽ കാണാത്ത എന്തോ ഒരു ശക്തി, അത് കുദറത്തുള്ളയാണ്. ആ തൂണ് അള്ളാഹിൻ്റെ കുദറത്താകുന്ന തൂണേ ഉള്ളൂ, അത് നമുക്ക് കാണുന്നില്ല. പിന്നെ നമ്മൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാലും മറ്റു എന്ത് ഫിസിക്സിൽ കൂടിയുള്ള ന്യായങ്ങൾ പറഞ്ഞാലും അതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അതൊക്കെ ഇവിടെ പഠിച്ചുണ്ടാക്കിയ ചില നിയമങ്ങൾ തന്നെയാണല്ലോ പ്രപഞ്ചത്തിൻ്റെ. അതല്ല ഒരു തൂണെന്നല്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു തൂണെന്നല്ല. അപ്പം തൂണുണ്ട്, നിങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ തൂണെന്നല്ല. അങ്ങനെയാണ് ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചത്. ബിഗൈരി അമദിൻ തറൗനഹ. അല്ലാഹു തആല ഉയർത്തി, അതിപ്പോൾ നമ്മുടെ മുകളിൽ ഉയർത്തി എന്നുള്ള അർത്ഥത്തിലാണ്. സമാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഉയരം. വഅൻസൽനാ മിനസ്സമാഇ മാഅ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം ഇറക്കി തന്നു എന്നാ. സമാ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാ. അസ്മാ, അസ്മാ നമ്മൾ പേരിടണ്ടല്ലോ കുട്ടികൾക്ക്, അസ്മാ അത് ഉയർന്നത് എന്ന്. സമാ യസ്മു എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സമാ എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ളത്, നമുക്ക് മുകളിലുള്ളത്, അതൊക്കെ സമാ ആണ്. അപ്പോൾ ആ സമായിൽ നിന്ന് നാം മഴ ഇറക്കി എന്ന് പറയുമ്പോൾ അത് മുകളിൽ നിന്ന് മഴ ഇറക്കി എന്നുള്ള ആ അർത്ഥേ അതിനുള്ളൂ, അതേ ഭാഷയിലും അർത്ഥമുള്ളൂ. പിന്നെ അതിനെയാണ് ഉയർത്തി, ആകാശത്തെ അല്ലാഹു തആല ഉയർത്തി എന്നൊക്കെ പറയും. റഫഅ സമാവാതി വൽ അർള ബിഗൈരി അമരിൻ തറൗനഹ ഒരു തൂണില്ലാതെ അല്ലാഹു തആല ഉയർത്തി വെച്ചു. കാരണം നമുക്കറിയുന്നത് എന്താ, ഒരു സാധനം ഉയർന്ന് അവിടെ നിൽക്കണമെങ്കിൽ, തലക്ക് മീതെ നിൽക്കണമെങ്കിൽ തൂണ് വേണം ആണല്ലോ. ഒരു പഠനത്തിൻ്റെ രീതി എന്താ, അറിവുള്ളതിൽ നിന്ന് അറിവില്ലാത്തതിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്കറിയുന്ന ഒരു വിഷയം, ഒരു സാധനം നമുക്ക് മുകളിൽ ഉയർന്നു നിൽക്കണമെങ്കിൽ അതിനെന്തെങ്കിലും നമ്മൾ കൈകൊണ്ട് ഉയർത്തി വെക്കണം, അല്ലെങ്കിൽ ഒരു കൊള്ളി വെക്കണം, ഒരു തൂണ് അവിടെ ഉണ്ടാക്കി വെക്കണം, എന്നാലേ ഉയരുള്ളൂ. ഇവിടെ ആകാശം നമുക്ക് മുകളിൽ, വിശാലമായ ആകാശവും അതിലുള്ള അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളൊക്കെ ഉണ്ട്. അതിന് ഉയർത്തി വെച്ച ഒരു തൂണില്ല. തറൗനഹ നിങ്ങൾക്ക് കാണാവുന്ന. അപ്പം കാണാത്ത ഒരു കുദറത്തുള്ള, ഇതിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ കുദറത്തുണ്ട് എന്നാണ് ആ വാക്കിൻ്റെ ഒരർത്ഥം. അതല്ലെങ്കിലോ ഒരിക്കലും നിങ്ങൾക്ക് കാണാവുന്ന ഒരു തൂണില്ലല്ലോ എന്ന് പറഞ്ഞാൽ തൂണെന്നെ ഇല്ലല്ലോ എന്നും ആവാം. രണ്ടും ആശയമൊക്കെ ഒന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. പിന്നെ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വഅൽഖാ ഫിൽ അർളി അവൻ ഭൂമിയിൽ ഇട്ടു, റവാസിയ
ഉറച്ച വസ്തുക്കളെ, അത് മലയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മലയെ അതിലേക്കാണ്ട് ഇട്ടു എന്ന് അല്ലാഹു തആല. അൽഖ എന്നുള്ള വാക്ക് മുകളിൽ നിന്നൊരു സാധനത്തെ താഴേക്ക് ഇടുമ്പോൾ അത് ആണ്ടിറങ്ങി അണ്ട് പോവല്ലോ, അതിനാണ് അൽഖ എന്ന വാക്ക്. വെച്ചു എന്നല്ല. ഭൂമിയിൽ അവൻ റവാസിയ മലകളെ ഇട്ടു എന്ന്. അപ്പം മലകളുടെ ഒരു കിടപ്പ് കണ്ടാൽ, ഭൂമിയിൽ മലകൾ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ ഉയരത്തിൽ നിന്ന് വന്ന് താഴോട്ട് ആണ്ട് ഇറങ്ങിപ്പോയ പോലെയാണ്. മല എത്ര ഉയർന്നു നിൽക്കുന്നോ അതിലേറെ മലയുടെ വേരുകൾ താഴോട്ടുണ്ട്. ആ ഒരർത്ഥത്തിലാണ് അൽഖാഫിൽ അർദി റവാസിയ, ഭൂമിയിൽ റവാസി എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന മലകൾ എന്നാണ്. ഉറച്ചു നിൽക്കുന്ന മലകൾക്കാണ് റവാസിയ എന്ന് പറയുന്നത്. വഅൽഖാഫിൽ അർദി റവാസിയ, അതായത് ജിബാലൻ അലീമത്തൻ, വമ്പിച്ച മലകൾ, റക്കസഹ ഫി അർജാഇഹ വ അൻഹാഇഹ, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹു തആല ഭൂമിയിൽ അടിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഭൂമിൻ്റെ മലകളുടെ കിടപ്പ്. വൽ ജിബാല ഔതാദൻ, ആണികളായിട്ട് വെച്ചു എന്നും കൂടി കാണേണ്ടതാണ്. ആണി നമ്മൾ കുറച്ച് മുകൾക്ക് കണ്ടെങ്കിൽ അത്രയും താഴത്തേക്കും ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേറെ താഴെ ഉണ്ടാവും. അപ്പോൾ ഔത്താദ് ഒത്തിതുകളായിട്ട്, ഒത്തിത് എന്ന് പറഞ്ഞാൽ ആണിയാണ്, ഒത്തിതുകളായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റവാസി, ഇനി ഈ നങ്കൂരത്തിന് റാസിയത്ത് എന്നാണ് പറയുക. കപ്പലിൻ്റെ നങ്കൂരത്തിന് റാസിയത്ത് എന്നാണ് പറയുക. നങ്കൂരം എപ്പോഴും കപ്പൽ മുകളിൽ ഒഴുകിപ്പോകാതെ നിൽക്കാൻ വേണ്ടി വളരെ ഖനമുള്ളൊരു സാധനം താഴെക്കിടലാണല്ലോ, ഇരുമ്പ്. അതിനൊക്കെ റവാസിയാന്ന് പറയാം. അവർ നങ്കൂരമിട്ട പോലെ മലകൾ അവിടെ അല്ലാഹു തആല താത്തിയിട്ടു, അല്ലെങ്കിൽ ആണി മേടിയ പോലെ അല്ലാഹു തആല ഭൂമിയിൽ മലകളെ ഉറപ്പിച്ചു. അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലാഹു തആല മലകളെ അതങ്ങോട്ട് ഇട്ടപ്പോൾ അതാണ്ട് കുറേയാണ്ട് താണു, ബാക്കി അവിടെ അങ്ങനെ പൊന്തിക്കിടക്കുന്നു എന്ന ഒരു രൂപത്തിലും ആ ഭാഷയുടെ ഒരു സൂചന നമുക്ക് കാണുന്നു. എന്തിന്? അൻ തമീദ ബിക്കും, നിങ്ങളെക്കൊണ്ട് ചെരിഞ്ഞു പോകുമെന്നതിനാൽ. ഭൂമി നിങ്ങളെക്കൊണ്ട് ചെരിഞ്ഞ്, മാത യമീദു എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു. അപ്പോൾ ഭൂമി നിങ്ങളെക്കൊണ്ട് ചെരിഞ്ഞ് തെറ്റിപ്പോകുമെന്നതിനാൽ. അപ്പം മലകൾ ഭൂമിയുടെ ആ ഒരു സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ ഒരു ഘടകമായിട്ടാണ് അല്ലാഹു തആല ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് മലകൾ പൊട്ടിച്ച് തകർന്നു പോകുമ്പോൾ അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയോ മറ്റു ഭൂമിയിൽ പല മാറ്റങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമെന്നൊക്കെ പിന്നീട് നമ്മൾ കണ്ടെത്തി പറയുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കാം. അൻ തമീലബിക്കും, മാതയമീൻ, നിങ്ങളെക്കൊണ്ട് തമീലബിക്കും എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളെക്കൊണ്ട് ഭൂമി ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അതാണ് ഫലൗലൽ ജിബാലുർ റാസിയാത്തു, ഭൂമിയിലേക്ക് ആണ്ട് ഇറങ്ങി നിൽക്കുന്ന പർവ്വതങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ലമസ്തഖറത്ത് ബിസാക്കിനിഹ, ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെയും കൊണ്ട് ഭൂമി ഉറച്ചു നിൽക്കുമായിരുന്നില്ല. ലമാദത്തിൽ അറുതു, ഭൂമി ചെരിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഭൂമിയുടെ ഈ സ്ഥിരാവസ്ഥ, അതിൻ്റെ സ്ഥിരത നിലനിർത്താനുള്ളതാണ് മലകൾ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ നബി കണ്ട മല ഏതാ? മക്കത്തുള്ള കുറച്ച് മക്കയും പിന്നെ സൗറ് ഗുഹയും ഇതൊക്കെ പോലെ ആട് മേക്കാൻ വേണ്ടി ഓടിച്ചാടി പോകുന്ന ഗാറ് സൗറ് കണ്ടിട്ടുണ്ട്, ഗാറ് ഹിറ കണ്ടിട്ടുണ്ട്. അതുപോലെ മക്ക മുഴുവനും ചെറിയ ചെറിയ മലകളാണ്. ആ മലകളിലൊക്കെ പ്രവാചകന് ആടുമേക്കും മറ്റുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ അപ്പുറം ഇല്ലല്ലോ. പക്ഷേ ലോകത്ത് മുഴുവനും ഭൂമി ചെരിഞ്ഞു പോകാതിരിക്കാനുള്ള മലകളുണ്ടെന്ന് പിന്നെ കണ്ടപ്പോൾ നബി കാണുന്ന മല ഒഹിദ് മലയാണ്. മദീനത്ത് എന്ന് നോക്കുമ്പോൾ ആ ഒഹിദ് മലയുടെ ആ ഒരു പരമ്പരകൾ, ആ മലയുടെ അതങ്ങനെ നേരെ യമൻ വരെ നീണ്ടു കിടക്കുന്ന നെടുനീളെ നിൽക്കുന്ന വലിയ മലയുടെ ആ ശൃംഖലകളുണ്ട് അവിടെ. അതൊന്നും നബി കണ്ടിട്ടില്ല. അതൊന്നും കാണാതെയാണ് അല്ലാഹു തആല ഈ അറിയിച്ചു കൊടുക്കുന്നത്. വഅൽഖാ ഫിൽ അർദി റവാസിയ, ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന വൻ പർവ്വതങ്ങളെ അല്ലാഹു തആല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയക്കാണ്ട് ഇട്ടപ്പാണ്ട് താവുകയാണല്ലോ. അൻ തമീദ ബിക്കും, നിങ്ങളെക്കൊണ്ട് ചെരിഞ്ഞു പോകാതിരിക്കാൻ. വബസ്സ ഫീഹ, ആ ഭൂമിയിൽ അവൻ വ്യാപിച്ചു. മിൻ കുല്ലി ദാബത്തിൻ, എല്ലാ ജീവജാലങ്ങളെയും. ദബ്ബ എന്ന് പറഞ്ഞാൽ അരിച്ചരിച്ച് നടന്നു എന്നാണ്. അതായത് ഉരകങ്ങളായിട്ടോ അല്ലെങ്കിൽ രണ്ട് കാലോ അതിലേറെ കാലുകളോ കൊണ്ടോ
എഴഞ്ഞു നടക്കുന്നതോ അരിച്ചു നടക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദാബത്ത് എന്ന് പറയും. അതുപോലെ പിന്നെ പറന്നു നടക്കുന്നവർക്കും ആ കൂട്ടത്തിൽ പെടുന്നു. ഭൂമിയിൽ ചലിക്കുന്ന ഈ വസ്തുക്കളൊക്കെ മായദുബു അലൽ അർദീന, ഭൂമിയിൽ അങ്ങനെ സഞ്ചരിക്കുന്ന എല്ലാ മൃഗങ്ങളെയും അല്ലാഹു തആല മിൻ ജമീഇ അസ്നാഫി ദവാബി, മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടി എല്ലാ ദവാബുകളെയും അതായത് ജീവജാലങ്ങളെയും അല്ലാഹു തആല ഭൂമിയിൽ ബസ്സ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ആവശ്യപ്രകാരം അനുയോജ്യമായ രൂപത്തിൽ വ്യാപിച്ചു എന്നുള്ള, വെറുതെ പരത്തി എന്നല്ല. ഇത് നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വ്യന്യസിച്ചു എന്ന്. വ്യന്യസിക്കുക എന്നുള്ളതിനൊരു പ്രത്യേകമായ അർത്ഥമുണ്ട്. വ്യന്യസിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിതറലല്ല, ഓരോന്നും വെക്കേണ്ട സ്ഥലത്ത് എല്ലായിടത്തും കൊണ്ടുപോയി എത്തുന്ന വിധത്തിൽ വെച്ചു എന്നാണ്. അതായത് നമ്മൾ കഴിഞ്ഞ സൂറത്തുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടത്, ഭൂമിയിൽ അല്ലാഹു തആല മനുഷ്യന്മാരെ ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രകൃതത്തിനും ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥക്കും ആ രാജ്യത്തിലെ അതിൻ്റെ ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ് അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ ഉള്ളത്. ചില കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിലുള്ള പല ജീവജാലങ്ങൾക്കും വേറെ ചില കാലാവസ്ഥയിൽ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് തന്നെ നമ്മളെ കാലാവസ്ഥയിൽ നമ്മൾ ജീവിച്ചു വളർന്ന നമുക്ക് ഒരുപക്ഷെ ധ്രുവ പ്രദേശങ്ങളിൽ പോയി ജീവിക്കാൻ കഴിയില്ല. അവർക്ക് ആ കാലാവസ്ഥയിൽ സുഖമായി ജീവിക്കാം. അവിടെയുള്ള മൃഗങ്ങൾക്ക് ഇവിടെയുള്ള കാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കാട്ടിലുള്ളവർക്ക് അവിടെയുള്ള മഞ്ഞു മലകൾക്കിടയിലോ ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ചെറിയ ഉരകങ്ങളും കീടങ്ങളും അടക്കം ഓരോ പ്രദേശത്തും കടലുകളിലുള്ള മത്സ്യങ്ങളും കടൽ ജന്തുക്കളും വരെ ഓരോ കടലിൻ്റെയും പ്രദേശത്തിൻ്റെയും ആ ആനുപാതത്തിനും അതിൻ്റെ സൗകര്യത്തിനുമനുസരിച്ചുള്ള ആ വ്യാപനത്തിനാണ് ബസ്സ എന്ന ഖുർആൻ്റെ ആ പദം അല്ലാഹു തആല പ്രയോഗിച്ചത്. ബസ്സ, മറ്റേ നസറ എന്നാണ് പരത്തി. നസറ എന്നാണ് പരത്തി. നമ്മളൊരു ചാക്ക് നെല്ല് അരി ഇവിടെ കൊടുന്നിട്ട് ഒന്നായിട്ട് പള്ളിൻ്റെ ഉള്ളിൽ പരത്തിയാൽ അതിന് നസറ എന്നാണ് പറയാം. നേരെ മറിച്ച് ബസ്സ എന്ന് പറയുമ്പോൾ വെക്കേണ്ട സ്ഥാനത്ത് വ്യന്യസിച്ചു. ബസ്സ ഫിഹ, ആ ഭൂമിയിൽ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാൻ, ആ സൂറത്തു നിസാഇൻ്റെ ആദ്യത്തിലുണ്ട്. അല്ലാഹു തആല ഒരു മനുഷ്യനിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചു. ആ ഇണതുണകളിൽ നിന്ന് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. അവിടെയും കണ്ടില്ല നിങ്ങൾ, ഓരോ നാട്ടിനും പറ്റിയ മനുഷ്യന്മാർ. നമുക്ക് ഹറമിലൊക്കെ പോയി നോക്കിയാൽ മതി, ഓരോ മനുഷ്യന്മാരും ഇങ്ങനെ വരേണ്ട. ഇതൊക്കെ ഏത് നാട്ടിൽ എവിടെ പാർക്കുണ്ടാണ് നമുക്കിത് അറിയില്ല. കാരണം ആ നാട്ടിന് പറ്റിയ കയ്യും കാലും അവരുടെ മുടിയും അവരുടെ രൂപങ്ങളും അവരുടെ സ്വഭാവങ്ങളും രീതികളൊക്കെ അങ്ങനെയാണ്. അതാണ് ബസ്സ. അള്ളാഹു ആ പദം എത്ര സൂക്ഷ്മമായിട്ടാണ്, ഇതൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഭാഷയല്ല ഇത്, അത്ര കൃത്യമായിട്ടാണ് ഈ പറയുന്നത് ഖുർആൻ. പിന്നെ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, മുകളിൽ നിന്ന് നാം വെള്ളത്തെ ഇറക്കി. ഫഅംബത്നാ ഫീഹാ, എന്നിട്ട് ആ ഭൂമിയിൽ നാം മുളപ്പിച്ചു. മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാ നല്ല ഇണകളിൽ നിന്നുമുള്ള വസ്തുക്കളെ. അപ്പം അല്ലാഹു തആലാൻ്റെ ആ ഒരു ഇസ്സത്താണ് പറയുന്നത്. അല്ലാഹ് അസീസും ഹക്കീമാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് അല്ലാഹു തആല പ്രതാപിയായത്? ആകാശഭൂമികളെ സൃഷ്ടിച്ചതവനാണ്. ആ സൃഷ്ടിച്ച ആകാശത്തിന് ഒരു തൂണ് കാണുന്നില്ലല്ലോ, അങ്ങനെ സൃഷ്ടിച്ചത്. മലകൾ ഇവിടെ ഇട്ട് ഉറപ്പിച്ച് ഭൂമിയിൽ ഉറപ്പിച്ചത് അവനാണ്. ഭൂമിയിൽ മൃഗങ്ങളെയും ലതാദികളെയും വ്യന്യസിച്ചത്, ഒരു പ്രദേശത്തിനനുസരിച്ച് വ്യന്യസിച്ചത് അവനാണ്. ഇതൊക്കെ മുളപ്പിച്ചുണ്ടാക്കി തരുന്നത് അവനാണ്. എല്ലാ സൗജിനെയും, ഭൂമിയിലുള്ള ചെടികളൊക്കെ സൗജാണ് എന്നുകൂടി ഇതിലൊരു സൂചനയുണ്ട്. അതാണ് ഫഅംബത്നാ ഫീഹാ, ആ ഭൂമിയിൽ നാം മുളപ്പിച്ചു. മിൻ കുല്ലി സൗജിൻ, എല്ലാ ഇണകളെയും. ഭൂമിയിൽ വളർന്നുണ്ടാകുന്ന ഒക്കെ ഒറ്റ പടച്ചവൻ മാത്രമാണ്, ബാക്കിയൊക്കെ സൗജുകളാണ്. വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചു, ആണും പെണ്ണും. അതുപോലെ എല്ലാ വസ്തുക്കളിലും സൗജുകളുണ്ട്, അതിനെ നാം സൗജുകളെ മുളപ്പിച്ചു, ഇണതുണകളായി നാം മുളപ്പിച്ചു.
ഹാദാ ഖൽഖുല്ലാ, ഇതാണ് അള്ള സൃഷ്ടിച്ചത്. അള്ള നമ്മളെ മുമ്പിൽ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞു തന്നു. ഇതിലാരും നിങ്ങൾക്ക് പങ്കില്ലല്ലോ മനുഷ്യരെ. നിങ്ങളെ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാർക്ക് പങ്കുണ്ടോ? മനുഷ്യരും മഹാന്മാരുമാകുന്ന ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി കല്ലുകളും മരങ്ങളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. മൂർത്തികളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ നിങ്ങളുടെ ദൈവങ്ങളായി നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സൃഷ്ടികൾക്കൊക്കെ പടച്ചോൻ സൃഷ്ടിച്ച ഇതിൽ പങ്കുണ്ടോ? ഹാദാ ഖൽഖുല്ലാ, അള്ള സൃഷ്ടിച്ചത് ഇതാണ്, ഞാൻ ഉണ്ടാക്കിയത് ഇതാണ്, നിങ്ങളൊന്നുണ്ടാക്കി എന്നാണ് പറയുന്നത്. ഫഅറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരുക, മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെയുള്ളവർ എന്താണ് സൃഷ്ടിച്ചതെന്ന്. അതൊരു വെല്ലുവിളി തന്നെയാണ്. ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാ, നിങ്ങൾ സൃഷ്ടിച്ചതല്ല. ഇനി അള്ളാഹ്ക്ക് പുറമെയുള്ള നിങ്ങൾ ഈ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ, ഉസൈറിനെ ആരാധിക്കുന്നവർ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നവർ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നവർ, ലാത്ത ഉസ്സ മനാത്ത ഹുബില് പോലെയുള്ള ബിംബങ്ങളെ ആരാധിച്ചിരുന്നവർ, ഒദ് സുവാ യഊസ് യഊഖ് നസറിനെ ആരാധിച്ചിരുന്നവർ, അതല്ലാത്ത വസ്തുക്കളെ ആരാധിച്ചിരുന്നവർ, പിശാചുക്കളെയും ജിന്നുകളെയും ആരാധിച്ചിരുന്നവർ ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലും അതിൻ്റെ മുമ്പും ശേഷവും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ സൃഷ്ടിച്ച വസ്തുക്കളെ അത് ഞാൻ സൃഷ്ടിച്ചതാണ്, നിങ്ങളിതൊന്ന് കാണിച്ചു തരി. ഫഅറൂനി, എനിക്ക് നിങ്ങൾ കാണിച്ചു തരിക, മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ളവർ സൃഷ്ടിച്ച വസ്തുക്കൾ എന്താണെന്ന്. ബൽ, പക്ഷേ അല്ലാലിമൂൻ, അക്രമികളായിട്ടുള്ള ആളുകൾ, ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. അവർക്കൊരു വഴി അറിയില്ല, ഓൽക്ക് ശരിയുടെ വഴി അറിയില്ല. അതുകൊണ്ട് ഓലിങ്ങനെ എന്തോ അന്തമില്ലാതെ അശ്രദ്ധരായി എന്തിനെയൊക്കെയോ ആരാധിച്ച് ജീവിക്കുന്നവരാണ് എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരാണ്. പിന്നെ ഇനി അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇനി 12ാമത്തെ ആയത്ത് മുതലാണ് ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രഭാഗം പഠിപ്പിക്കുന്നത്. എന്താണ്? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. വലഖദ് ആതൈനാ, ലുഖ്മാൻ അലൈഹി ഇസ്ലാമിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരി പുത്രനായിരുന്നു എന്നും അതുപോലെ പിന്നെ എളാമയുടെ മകനായിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊന്നും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളാണെങ്കിലും പ്രാമാണികതയൊന്നുമില്ല. നമ്മൾക്ക് അത് അഹ്ലു കിതാബുകളിൽ നിന്ന് കിട്ടിയ ചരിത്രമാണ്. ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും. അഹ്ലു കിതാബികളുടെ ചരിത്രം നബി 3 തരത്തിലാണ് നമ്മളെ പഠിപ്പിച്ചത്. യഹൂദി നസറാക്കളിൽ നിന്ന് കിട്ടിയ ചരിത്രങ്ങളെ 3ആയി കാണാൻ നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, യഹൂദി നസറാക്കളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി, അതനുസരിച്ച് പിന്നെ ഖുർആനിൽ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കണം. അത് ഓലിരുന്ന് കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം യഹൂദി നസറാക്കൾക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇസ്കന്ദറിൻ്റെ ചരിത്രം അപൂർണമാണെങ്കിൽ പോലും അതും കുറച്ചൊക്കെ അങ്ങനെ അറിയാമായിരുന്നു. വയസ്സലൂനക്ക അൻ ദിൽഖർനൈൻ, ഇസ്കന്ദർ അല്ല ദുൽഖർനൈൻ എന്ന് പറയുന്നത്. വയസ്സലൂനക്ക അൻ ദിൽഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിന്നു ദിക്റ, ഏത് സൂറത്തിലാണ്? സൂറത്തുൽ കഹ്ഫിൽ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഹ്ലു കിതാബികൾ പറഞ്ഞിരുന്നു. അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, മൂസ അലൈഹി സ്വലാമിൻ്റെയും ഫറോവയുടെയും ചരിത്രം, ഇതൊക്കെ അഹ്ലു കിതാബികൾ കേട്ട് പറഞ്ഞു വന്നിരുന്ന കഥകളാണ്. അത് മദീനക്കാർക്കറിയാം, അൻസാറുകൾക്ക്, മദീനയിലെ അൻസാറുകൾക്കറിയാം. പിന്നീട് അവിടെ ഹിജ്റ വന്നപ്പോൾ മുഹാജിറുകളായ മുസ്ലിമീങ്ങൾക്കറിയാം അഹ്ലു കിതാബികൾ ഈ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഖുർആനും ഇറങ്ങിയപ്പോൾ നമുക്കത് സ്വീകരിക്കൽ നിർബന്ധമായി. അഹ്ലു കിതാബികളുടെ ചരിത്രത്തിൽ നിർബന്ധമായി നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ്. അതിനനുസരിച്ച് ഖുർആൻ ഇറങ്ങിയത്. ചിലത് അഹ്ലു കിതാബികളിലുള്ള അവർ വിശ്വസിച്ചിരുന്ന ആദർശവും ഖുർആനിന് എന്താ, അതാണ് ലുഖ്മാൻ അലൈഹി ഇസ്ലാമിനെ 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ യഹൂദികൾ, നിസാഉക്കും ഹർസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാശിത്തും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്,
എന്ന് പറഞ്ഞതൊരു ഖുർആനിനെ തമാശയാക്കുന്ന ആളുകളുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം നമ്മളെ ഭാര്യമാരിൽ നിന്നാണ് നമുക്ക് വിളവുണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ നല്ല മക്കൾ, ഇതുപോലത്തെ മക്കളൊക്കെ ഉണ്ടായി അതിന് നമുക്ക് വിവാഹം ചെയ്യണം. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്, നിങ്ങൾ വിവാഹം ചെയ്യണം, എന്നിട്ട് അതിൽ കൂടി മക്കൾ ഉണ്ടാവണം. ആ മക്കൾ സമൂഹത്തിന് വലിയ ഒരു കൃഷി വിളയുന്ന പോലെ മനുഷ്യന് ഉപകാരപ്രദമായി വളരണം. ആ ഒരു അർത്ഥത്തിലാണ് ഹർസ് എന്ന് പറയുന്നത്. ഹർസ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ജീവൻ നിലനിൽക്കാനാവശ്യമായ ജീവനോപാധി ഉണ്ടാകുന്നത് കൃഷികളിൽ നിന്നാണ്. അതുപോലെ ഒരു സമൂഹം നിലനിൽക്കാൻ വേണ്ടി നല്ല മക്കൾ ഉണ്ടാവണം. അതിന് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പക്വമായി തിരഞ്ഞെടുത്ത് പാകപ്പെടുത്തി നല്ല നിലക്ക് സ്നേഹത്തിൽ വളർത്തി അതിൽ നല്ല കുട്ടികളെ ഉണ്ടാക്കി ആ കുട്ടികളെയും വളർത്തണം. നിസാഉക്കും റസൂലക്കും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഫഅ്തു ഹർസക്കും, നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. അന്നാസിഇത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ. അതങ്ങനെ ആയത്ത് പറയാൻ ഒരു പക്ഷേ ഒരു കാരണമുണ്ടാവാം. യഹൂദികളുടെ വിശ്വാസം സ്ത്രീകളെ സമീപിക്കുമ്പോൾ, ഏതായിരുന്നാലും സ്ത്രീകളെ നമ്മൾ മക്കളുണ്ടാവണമെങ്കിൽ സമീപിക്കേണ്ട സ്ഥലം ഒന്ന് തന്നെയാണ്. അല്ലാഹ് അത്രേ ഒന്നേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു സ്ത്രീകളെ സമീപിക്കേണ്ട ഇടത്തേക്ക് മുന്നിൽ കൂടി തന്നെ പോയാലേ കുട്ടി നല്ല കുട്ടിയാവുള്ളൂ എന്നൊരു വിശ്വാസം ജൂതന്മാർക്കുണ്ടായിരുന്നു. നബി പറഞ്ഞു അങ്ങനൊന്നുമില്ല, അത് ഏത് രൂപത്തിൽ ചെന്നാലും സമീപിക്കേണ്ടയിടത്ത് എത്തണം. മറ്റു അനധികൃതമായ രീതികളിൽ ലൈംഗികാവസ്ഥ പാടില്ല. അത് അധികൃതമായി അള്ളാഹു അനുവദിച്ച സ്ഥലത്തുകൂടി ആയിരിക്കണം ആ ഇടം. അത് മുന്നോ പിന്നോ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. ജൂതന്മാരുടെ ആ നിയമം അവർ പറഞ്ഞിരുന്നത് മറ്റു ഭാഗങ്ങളിൽ കൂടി സ്ത്രീകളെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ആ കുട്ടി അഹൈവലാവും, കോങ്കണ്ണാവും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. നബി പറഞ്ഞാൽ അങ്ങനെയൊന്നും ആവില്ല. അതൊരു ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ലൈംഗിക ബന്ധം ഹലാലായി ചെയ്യേണ്ട രൂപത്തിലാണെങ്കിൽ എങ്ങനെയും ആവാം. അപ്പോൾ ഇസ്ലാം ജൂതന്മാരുടെ ആ ശരീഅത്തിനെ ഉപേക്ഷിച്ചു. അത് പാടില്ല, ഞങ്ങളങ്ങനെ ചെയ്യാൻ അല്ല, ജൂതന്മാർ പറഞ്ഞ മാതിരി നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ജൂതന്മാരുടേത് അംഗീകരിക്കാത്തതിൻ്റെ ഒരു ഉദാഹരണം, ഓർമ്മയുള്ള ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ചില കാര്യങ്ങളിൽ ജൂതന്മാർ പറഞ്ഞത് ഖുർആന് പറയാത്തതുണ്ട്. ജൂതന്മാരിൽ കൂടി കിട്ടിയ കുറേ ചരിത്രങ്ങൾ, അവരെ ശരീഅത്ത്, അവരെ നിയമമാണ്. ആ നിയമം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ ശരീഅത്താവില്ല, അവരിലുണ്ടായ ഒരു അനാചാരമായിരിക്കണം. അപ്പം മക്ക മുശ്രിക്കീങ്ങളിൽ ഒരു അനാചാരം ഉണ്ടായിരുന്നു. ഏതാണെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ മുന്നിലെ വാതിൽക്ക് കൂടി കടക്കാൻ പാടില്ല, പിന്നുകൂടി ചാടി കടക്കണം, പിന്നിലെ വാതിൽക്ക് കൂടി കടക്കണം. അതൊക്കെ ഓരോരോ കാലഘട്ടത്തിലുണ്ടാകുന്ന ഓരോരോ അനാചാരമായിരിക്കും. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് കണ്ട് ഇറങ്ങിയാൽ പിന്നെ കണ്ട് താക്കോലെടുത്തിട്ടില്ല മറന്നാൽ പിന്നെ ആണ്ടനെ കടക്കാൻ പാടില്ല. എപ്പോഴും പണ്ട് തോന്നുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ വണ്ടീൻ്റെ താക്കോലെടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ണാടെടുത്തില്ല, ഫോൺ എടുത്തില്ല, എന്നാൽ പെരീക്ക് അങ്ങനെ തന്നെ കടക്കാൻ പാടില്ല എന്ന്. അവിടെ നിന്നോളി ഞാൻ കൊണ്ടു തരാമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അപ്പോൾ നബി പഠിപ്പിച്ചല്ല, ഒരു നാട്ടിൻ്റെ ആചാരമാണ്. അതുപോലത്തെ ആചാരങ്ങളുണ്ടാകും, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചില വിഷയങ്ങളിൽ ജൂതന്മാരൊരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബൽക്കീസ് രാജ്ഞിയുടെ സംഭവത്തിൽ, ബൽക്കീസ് രാജ്ഞി പിന്നെ സൂറത്തു നംലിലാണ് ആ സംഭവമുള്ളത്. ബൽക്കീസ് രാജ്ഞിയെ പറ്റി കൂടുതൽ. ബൽക്കീസ് രാജ്ഞിക്ക് പിന്നെ 1,00,000 റെജിമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അവർക്ക് സൈന്യങ്ങളായിട്ട് 1,00,000 റെജിമെൻറ്റുകൾ ഉണ്ടായിരുന്നു. കയ്യിൽ എന്നാണ് അതിന് പറയാം. ഓരോ റെജിമെൻറ്റിലും 1,00,000 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1,00,000 റെജിമെൻറ്റുകൾ, ഓരോ റെജിമെൻറ്റിലും 1,00,000 സൈന്യങ്ങൾ. അങ്ങനെയുള്ള 1,00,000 1,00,000 റെജിമെൻറ്റുകൾ ബൽക്കീസ് രാജ്ഞിക്കുണ്ടായിരുന്നു എന്ന് അഹ്ലു കിതാബുകളുടെ കഥയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ ഖുർആനിലോ അങ്ങനൊന്നുമില്ല. അതുപോലെ തന്നെ ബൽക്കീസ് രാജ്ഞിയുടെ പിന്നെ അർശ്, സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ സിംഹാസനത്തിന് 70 മുഴം നീളവും 40 മുഴം വീതിയും ഉണ്ടായിരുന്ന സിംഹാസനമായിരുന്നു. അതിന്മേൽ ഈ ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള മുത്തും പവിഴവും പതിച്ചിരുന്നു എന്നൊക്കെയാണ്. ആ സിംഹാസനം വെച്ച കൊട്ടാരത്തിൻ്റെ ഉള്ളറ എത്ര 70
താക്കോലിട്ട് മുറികൾ തുറന്നിട്ട് വേണം അതിൻ്റെ ഉള്ളറയിലെത്താൻ, അത്രയും സുരക്ഷിതമായിരുന്നു എന്നൊക്കെ യഹൂദി കഥകളിലുണ്ട്. എന്നാൽ ഖുർആൻ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കുള്ള സമീപനം എന്താണ്? ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും. അത് കള്ളമാണ് എന്ന് നിങ്ങൾ പറയണ്ട, ഓല് പറഞ്ഞോട്ടെ. വലാ തുകദ്ദിബു, അത് തുസദ്ദിഖൂഹും, അത് സത്യമാണ് എന്ന് നിങ്ങൾ പറയണ്ട. അപ്പം യഹൂദി നസാറാക്കളിൽ നിന്ന് വന്ന കഥകൾ ഖുർആൻ അതിനനുസരിച്ച് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, നബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. ആ യഹൂദികൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾ തള്ളാൻ പാടില്ല. ഖുർആൻ അനുസരിച്ച് നമ്മൾ വിശ്വസിക്കണമല്ലോ. എന്നാൽ ഖുർആനിൽ അതിന് എതിരായിട്ടുള്ള നിയമങ്ങളുണ്ടെങ്കിൽ അത് തള്ളണം. നമുക്ക് റസൂലും ഖുർആനും അള്ളാഹു റസൂലും പറഞ്ഞ് സ്വീകരിക്കണം. ഖുർആനിൽ എതിരായിട്ടൊന്നുമില്ല, അവരൊരുപാട് പറഞ്ഞിട്ടുമുണ്ട് എങ്കിൽ നമ്മളതിനെ തള്ളാനും പോണ്ട, കൊള്ളാനും പോണ്ട. ഇതാണ് നബി നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ എവിടുന്നാണ് പോകുന്നത് ഇപ്പോൾ? അപ്പോൾ ലുക്മാനുൽ ഹിക്മ, ലുക്മാനിന് വലഖദ് ആതൈനാ ലുക്മാനുൽ ഹിക്മ. അപ്പം ലുക്മാൻ അലൈഹിസ്സലാം പ്രവാചകനായിരുന്നില്ല എന്ന് തന്നെ, വളരെ അപൂർവം ഒറ്റപ്പെട്ട ആളുകൾ അദ്ദേഹം നബിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഒരു പ്രാമാണികതയുമില്ല. അദ്ദേഹം പ്രവാചകനല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത് ഹക്കീമായിരുന്നു, ജ്ഞാനിയായ ലുക്മാനായിരുന്നു. ആ ലുക്മാനിന് നാം നൽകി അൽ ഹിക്മത്ത, ജ്ഞാനം നൽകി. എന്താണ് ജ്ഞാനം? അനിഷ്കുർലില്ല, അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കണമെന്ന്. ഒമയ്യഷ്കുർ, ആരെങ്കിലും അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിച്ചാൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ അവൻ്റെ സ്വന്തം ശരീരത്തിനു തന്നെയാണ് നന്ദി കാണിക്കുന്നത്. പഠിച്ചോനെ നന്ദി ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് എന്നർത്ഥം. വമൻ കഫറ, ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഗനിയ്യുൻ, അവൻ ഐശ്വര്യവാനാണ്, ആവശ്യമില്ലാത്തവനാണ്. ജനങ്ങളിലേക്ക് ആവശ്യമില്ലാത്തവനെയാണ് ഗനിയ്യ്, ഐശ്വര്യവാൻ എന്ന് പറയുന്നത്. അപ്പം ജനങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത ഐശ്വര്യവാനാണ് അള്ളാഹു. ഹമീദുൻ, സ്തുതിക്കപ്പെട്ടവനാണ്. നമ്മൾ കുറച്ചാൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ ജീവജാലങ്ങൾ മുഴുവനും സ്തുതിക്കുന്നുണ്ട്. സ്തുതിക്കപ്പെട്ടവനും ഐശ്വര്യവാനുമാണ് അള്ളാഹു. അള്ളാഹുവിനെ ആരെങ്കിലും കഫറ, നിഷേധിച്ചു എന്ന് കരുതി അള്ളാഹ്ക്ക് ഒന്നും വരില്ല. അവൻ എന്നും ഹമീദും ഗനിയ്യും തന്നെയാണ്. നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ ആ നന്ദിയുടെ ഗുണം അവനവന് തന്നെയാണെന്ന ആ ഒരു ഹിക്മത്ത്, ജ്ഞാനം ലുക്മാൻ അലൈഹി ഇസ്ലാമിന് നൽകി. ആ ജ്ഞാനത്തിൻ്റെ വിശദാംശങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സന്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.